പക്ഷേ മീനിങ് ഫുൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അല്ലെങ്കിൽ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ആ സമയത്തും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി, സ്നേഹത്തോടു കൂടി, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ഇന്നത്തെ സബ്ജക്റ്റ് മോട്ടിവേഷൻ ടു മീനിങ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ലൈഫിൽ മോട്ടിവേറ്റഡ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്ന് നമ്മൾ ചിന്തിക്കല്ലേ. മോട്ടിവേറ്റഡ് ആകുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം. മോട്ടിവേഷന് വേണ്ടി നമ്മൾ വായിക്കാറുണ്ട്. മോട്ടിവേഷന് വേണ്ടി നമ്മൾ പിന്നെ കോട്ട്സ് റീഡ് ചെയ്യാറുണ്ട്, റീൽസ് നോക്കാറുണ്ട്, യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്, ബുക്കുകൾ വായിക്കാറുണ്ട്. മോട്ടിവേഷന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ട്. മോട്ടിവേഷന് വേണ്ടി ലൈഫിൽ ചില ആളുകളോട് സംസാരിച്ച ഒരു മോട്ടിവേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ബട്ട് ഓൾ ഓൾ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് നോക്കുമ്പം ലൈഫ് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും അല്ല. മോട്ടിവേഷൻ അപ്പുറത്തേക്ക് ജീവിതത്തിനൊരു മീനിങ് ഉണ്ട്. ആ മീനിങ് റിയലൈസ് ചെയ്ത് അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമ്മൾ റിയൽ ലൈഫ്, റിയൽ ജീവിതം ജീവിക്കുന്നത്. ആ ഒരു റിയൽ ലൈഫ് ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ വെറുതെ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. സോ വെൽക്കം യു ഓൾ ടു ലിവ് എ മീനിങ് ഫുൾ റിയൽ ലൈഫ്. ഈ ഒരു സെഷന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു മീനിങ് ഫുൾ ഇൻ്റർവെൻഷൻ വരുത്താമെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾക്ക് മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യാം. എൻഡ് ഓഫ് ദ ഡേ വളരെ സന്തോഷത്തോടു കൂടി, സാറ്റിസ്ഫാക്ഷനോടുകൂടി, ഒരു ഫുൾഫിൽമെൻറ്റോടുകൂടി ജീവൻ തീർക്കാം. നമുക്കറിയില്ലേ, റിസൾട്ട്, സക്സസ്സും ഫുൾഫിൽമെൻറ്റും രണ്ടും രണ്ടാണ്. ഒരുപാട് കാശുണ്ടാക്കിയ ഒരാൾ, ഒത്തിരി വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരാൾ, ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരാൾ സക്സസ്ഫുൾ ആയിരിക്കാം. പക്ഷെ ഫുൾഫിൽമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയാറില്ലേ, ഒത്തിരി സമ്പാദ്യമുണ്ട്, എനിക്ക് മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്, അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ 2, 5, 3 തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ സക്സസ്ഫുൾ ആണ്, ബട്ട് ഐ ആം നോട്ട് ഹാപ്പി എന്ന് പറയാറില്ലേ. അങ്ങനെ പറയുന്ന ഒത്തിരി പേരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വെൽത്തും അക്യുമുലേറ്റ് ചെയ്യാതെ ചില ആളുകളോട് ചോദിക്കും, ഒന്ന് ഹാപ്പിയാണോ? ഞാൻ വളരെ ഹാപ്പിയാണ് മാഡം, വളരെ ഹാപ്പിയാണ് സർ. ഒരുപക്ഷെ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല, അസറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ അദ്ദേഹം പറയും ഞാൻ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഒരു ഫുൾഫിൽ ആയിട്ടുള്ള മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ നമുക്കിന്ന് ചിന്തിക്കാം, നമ്മൾ ഏത് ലൈഫാണ് ലീഡ് ചെയ്യുന്നത്? ജസ്റ്റ് മോട്ടിവേഷൻ്റെ പുറകെയാണോ, അതോ വി ആർ ലിവിങ് എ മീനിങ് ഫുൾ ലൈഫ്? പോകാം. അപ്പൊ ഇന്ന് ഫ്രീ വെബിനാറിലേക്ക്, എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന വെബിനാറിലേക്ക് ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറേ പേരെയൊക്കെ എനിക്ക് അറിയുന്നവരാണ്. മാക്സിമം അല്ലാതെ ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെബിനാറിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് പേര് ഒന്ന് പറയാമോ, സ്ഥലവും ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് വെബിനാറിലേക്ക് പോകാം. ഹായ് ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജിജിതയാണ് ദുബായിൽ നിന്ന്. ജിജി, ഓക്കെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ജോയിൻ ചെയ്യുന്നത് വെബിനാറിലോട്ട്. ഓക്കെ ജിജി, താങ്ക് യു സോ മച്ച്. ജിജി എന്നെ വിളിച്ചിരുന്നു, ജിജി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ ഐ എം നോട്ട് ഇൻ എ പൊസിഷൻ ടു ടോക്ക് അറ്റ് ദാറ്റ് ടൈം. I understood. It's okay, doctor. Thank you for your message. Okay, thank you. Thank you. Okay. So, ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉഷ അജിത്ത് മാഡം. ഉഷ നമുക്ക് അറിയുന്നവരാണോ പരസ്പരം? ഞാൻ എൽസി മാഡം പറഞ്ഞിട്ട് കയറിയതാ മാഡം. ഓക്കെ. താങ്ക് യു ഉഷ, വെൽക്കം. താങ്ക് യു മാഡം. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം, ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഈ നമുക്ക് എന്താണ് ഈ മോട്ടിവേഷൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന നേട്ടം, ബെനിഫിറ്റ്സ്? ഓൾവേസ് മോട്ടിവേഷൻ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. പല മോട്ടിവേഷൻ ഉണ്ടാവും.
മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ബേസ്ഡ് സാധനമാണ്, ഒരു എനർജി ഡ്രിവൺ ആൻഡ് നമ്മൾക്ക് ഒരു നമ്മളൊരു കാര്യത്തെ ചെയ്യാൻ നമ്മളെ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എനർജി തരുന്ന, അത് ചെയ്താൽ ഒരു മോട്ടിവേറ്റഡ് ഫാക്ടർ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾക്കൊരു ടാസ്ക് ഫുൾഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു റിവാർഡ് കിട്ടും, നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പം ജോബ് ചെയ്യുന്ന ഒരാൾ, എസ്പെഷ്യലി സർക്കാർ സർവീസിലൊക്കെ ജോബ് ചെയ്തവർക്ക് 30 days വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ലോ ആണ്, അത് അതിന് ഒരു മാറ്റവും ഇല്ല, അടുത്ത ദിവസം സാലറി കിട്ടും. അതൊരു മോട്ടിവേഷനാണ്, ഒരു ഇമോഷൻ, അതിനകത്തൊരു ഇമോഷൻ ഉണ്ട്, അത് കിട്ടും എന്നുള്ളൊരു ഇമോഷൻ, ഒരു സാധനം ഗെയിൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ ഇപ്പം കുട്ടികളോട് നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അൺകണ്ടീഷണലി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കണ്ടീഷനിലാണ്. ഇത് നീ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ടി വി വെച്ച് തരാം. അവിടെയും ഒരു മോട്ടിവേറ്റഡ് ഫാക്ടറാണ് നമ്മൾ കുട്ടികളെ ഫീഡ് ചെയ്യുന്നത്. അപ്പം അതിന് മോട്ടിവേഷന് എന്തിനോ വേണ്ടി നമ്മൾ ചെയ്യുകയാണ്, എന്തിനോ വേണ്ടി എന്തോ കിട്ടുമെന്നുള്ളത് എക്സ്പെക്റ്റേഷനിൽ. പക്ഷെ മീനിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ബേസ്ഡ് ആണ്, നമ്മുടെ കോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് മീനിങ്. ഒരു മീനിങ് ഫുൾ, ഒരു അർത്ഥവത്തായി ജീവിക്കുക, അല്ലെങ്കിൽ മീനിങ് ഫുൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കോർ, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണോ ആ വ്യക്തിയുടെ കോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് മീനിങ്. അപ്പോൾ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന്, ഇപ്പം ഒരാൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു ഏറ്റവും നന്നായിട്ട് എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അയാളുടെ മീനിങ് വരുന്നത് ആ കോറിൽ നിന്നാണ്. അയാളുടെ ഐഡൻറ്റിറ്റി ഒരു വെൽ വിഷറാണെന്നായിരിക്കും, ലോകം മുഴുവൻ എല്ലാവരും നന്നായിരിക്കണം, എല്ലാവരോടും സഹാനുഭൂതി, അനുകമ്പ, കമ്പാഷൻ, ലവ് ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ഒരു കമ്പാഷൻ ആണെങ്കിൽ ആ ആളുടെ മീനിങ് വരുന്ന ആ കോറിൽ നിന്നാണ്. അപ്പം ആ മീനിങ് ഫുൾ ആയിരിക്കും. ഇത് മീനിങ് എന്ന് പറഞ്ഞാൽ റൂട്ടഡ് ആണ്, ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്കാണ് മീനിങ് ഉള്ളത്, പെരിഫറൽ അല്ല. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം, നമ്മളോട് തന്നെ ചോദിക്കണം, എന്തിന്, വൈ ഐ ആം ഡൂയിങ് വാട്ട് ഐ ഡു റൈറ്റ് നൗ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എന്തിന് ചെയ്യുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോഴാണ് മീനിങ് കിട്ടുക. ആൻഡ് ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ. ആ മീനിങ്ങിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ട് അതിൽ തന്നെ വർക്ക് ചെയ്യും, അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കാത്തത്. സോ ഈ സെഷൻ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ ഫ്രം തോട്ട് ടു ആക്ഷൻ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പീപ്പിൾ ആർ നോട്ട് ലേസി, ദേ സിംപ്ലി ഹാവ് പീപ്പിൾ ഒരു ലേസിയാണെന്ന് എനിക്ക് പറയാനേ പറ്റൂല. എന്ന് വെച്ചാൽ അവരുടെ ഗോളുകൾ ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ പോലും ആ ഗോളുകൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ഇന്നലെ എൻ്റെ ഒരു ലൈഫ് കോച്ചിങ് കഴിഞ്ഞ ഒരു കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്, സോഷ്യൽ മീഡിയയിൽ നല്ല പ്രസൻസ് ഉള്ള ഒരു സ്റ്റുഡൻറ്റ്, ഒരു കോച്ചുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ്, എൻ്റെ എൻവയോൺമെൻറ്റ് പെർഫെക്റ്റ് ആണ്, സപ്പോർട്ട് സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്, എനിക്ക് ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, എനിക്ക് ഗോളുകളുണ്ട്, ഡ്രീംസ് ഉണ്ട്, പക്ഷേ എനിക്ക് അത് ചെയ്യാൻ എനിക്കെന്തോ തോന്നുന്നില്ല. ഞാൻ 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 വീക്ക് ഞാൻ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കാര്യം വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. എന്തുകൊണ്ടാണിത് എന്ന് പറഞ്ഞാൽ, ഗോളില്ലാത്തത് കൊണ്ടല്ല, ആ ഗോൾ അവരെ ഇൻസ്പയർ ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇത് ടോണി റോബിൻസൺ പറഞ്ഞൊരു കാര്യമാണ്. ഈ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആ മീനിങ്ങിലേക്ക് കണക്ട് ചെയ്യണം. എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത് എല്ലാവരും. പക്ഷെ ആ ബിസിനസ്സിലെ ഔട്ട്കം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എത്തണമെങ്കിൽ ആ ഔട്ട്കം നമ്മളെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ വി ഹാവ് എ മീനിങ്, അതിനൊരു മീനിങ്, അർത്ഥമുണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയില്ലേ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗ് കഴിക്കുന്ന പോലെയാണ്. ഇപ്പം ഈ യൂട്യൂബ് വീഡിയോ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു കോഫി, ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഞാൻ ടയർഡായിരിക്കും, ഒരു കോഫിയൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് അതൊരു സാധാരണ മോട്ടിവേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മെൻറ്റർ, ഒരു കോച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവും, ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ
ഈ ലാസ്റ്റ് 2 months ഞാൻ ഏറ്റവും ഡീപ്പർ ലെവലിൽ പെയിൻ അല്ലെങ്കിൽ ഗ്രീഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ അങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരിക്കലും എനിക്ക് ഈ പറഞ്ഞ ഒരു റിയൽ മോട്ടിവേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ലൈഫിന്റെ ഒരു ബിറ്റർ ട്രൂത്തിലേക്ക് പോകുമ്പം അവിടെ മോട്ടിവേഷൻ പോലും ഫലിക്കാത്തൊരു സാഹചര്യം വരും. അവിടെയാണ് ഈ മീനിങ്ങിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് വൈ അങ്ങനെ ഒരു ചോദ്യം. ഞാൻ എന്തിനാണ് വീണ്ടും തിരിച്ച് പ്രോഗ്രാം ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് തിരിച്ചും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്തിനാണ്? അവിടെയാണ് എനിക്ക് ഈ മീനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സബ്ജക്റ്റ് ഞാൻ കൊണ്ടുവന്നത് തന്നെ. ഒരു മീനിങ് എനിക്ക് എനിക്ക് പറയാനോ ഇത് ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു കാരണമുണ്ട്, അതിനൊരു മീനിങ് ഉണ്ട്. ആ മീനിങ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഒരു മോട്ടിവേഷൻ്റെയും ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ പുഷിൻ്റെയും ആവശ്യമില്ല. എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നോളും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് എനർജി വരും. ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന ആ ഒരു പ്ലാനിങ് സ്ട്രാറ്റജി എവറിത്തിങ് അതിൻ്റെ സിസ്റ്റത്തിലേക്ക് വരും. ആദ്യം നമ്മുടെ ഇന്നർ വേൾഡിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എക്സ്റ്റേണലി വരുന്ന ഒരു ഹർഡിൽസും നമ്മളെ ബാധിക്കുകയില്ല. നമ്മൾ ആസ് മച്ച് ആസ് സ്ട്രോങ് ആയി മാറുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് മീനിങ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ റിജക്ഷനിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാക്കും. മീനിങ് ഇല്ലാത്ത മോട്ടിവേഷൻ കൊളാപ്സ് അണ്ടർ സ്ട്രെസ്, റിജക്ഷൻ ഓർ ഡിലേ. ഈ സ്ട്രെസ് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ട് മോട്ടിവേറ്റ് ചെയ്ത് ഞാനും ചെയ്യും. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ മീനിങ്ങിലായിരിക്കും ഇത് ചെയ്യുന്നത്, നമ്മൾ മോട്ടിവേഷനിലും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. കമ്പാരിസൺ അവിടെ വരും. മീനിങ് ഇല്ലെങ്കിൽ അവിടെ വരുന്ന കാര്യങ്ങളാണ് കമ്പാരിസൺ വരും. നമ്മളുടെ ഐ എം നോട്ട് ഇനഫ് എന്നുള്ള ഒരു ലാക്കിംഗ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ തോട്ട്സിൽ അവിടെ വരും. ദെൻ എക്സ്റ്റേണൽ പ്രഷർ നമുക്ക് വരും. കാരണം ഇതെല്ലാം പുറത്തുനിന്ന് കിട്ടുന്ന സാധനം കൊണ്ടാണ് നമ്മൾ റിസോഴ്സ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഉള്ളിലാണുള്ളത്. ആ പ്രഷ്യസ് എലിമെന്റ് നമ്മൾ കണ്ടെത്തിയാൽ ഈ ഒരു സ്ട്രെസ് ഇല്ല, റിജക്ഷൻ ഇല്ല, ഡിലേ ഇല്ല. സോ വൈ വി മസ്റ്റ് ഗോ ബിയോണ്ട് മോട്ടിവേഷൻ. എന്തിനാണ് മോട്ടിവേഷൻ്റെ മുകളിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്? മോട്ടിവേഷൻ ഈസ് എപ്പിസോഡിക് എന്നാണ് പറയുന്നത്. അതായത് രാവിലെ ഒരു 5 minutes വീഡിയോ കണ്ടാൽ മാക്സിമം ഒരു 30 minutes മോട്ടിവേഷൻ കിട്ടും. വീണ്ടും ബലൂണിൻ്റെ എയർ പോകുന്ന പോലെ മോട്ടിവേഷൻ പോകും. വീണ്ടും വേറെ ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവിടെ നിന്നും കിട്ടും ഒരു എനർജി, ഗെറ്റ് മോട്ടിവേറ്റഡ്. ആൻഡ് ആഫ്റ്റർ ഹാഫ് ആൻ അവർ ഓർ 1 hour or 2 hours or 3 hours മോട്ടിവേഷൻ പോകും. എഗെയിൻ നമ്മൾ മോട്ടിവേഷൻ നിറയ്ക്കണം. ബലൂണിൽ സൈക്കിൾ കാറ്റടിക്കുന്ന പോലെ എപ്പിസോഡിക്. അതിൻ്റെ പക്ഷെ മീനിങ് എന്ന് പറയുന്നത് എൻഡ്യൂറിങ് ആണ്, ലാസ്റ്റിങ് ആണ്. അതായത് നമ്മൾ ആ മീനിങ്ങിൽ നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഞാൻ മുമ്പൊരു സെഷനിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോ സ്റ്റേറ്റിൽ നമുക്കൊരു പ്രഷറിൻ്റെ ആവശ്യമില്ല, സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല, കമ്പാരിസൺ ഇല്ല. ആ ഫ്ലോ സ്റ്റേറ്റിൽ നമ്മൾ ജോയിലേക്ക് നമ്മൾ എത്തും. ആനന്ദം ആത്മാവിൻ്റെതാണ്, അവിടെ എത്തും. മീനിങ് എന്ന് പറയുന്നത് അതാണ്. മോട്ടിവേഷൻ ഹെൽപ്സ് യു സ്റ്റാർട്ട്. ഞാനത് സമ്മതിച്ചു തരുന്നുണ്ട്. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിയാൽ നമ്മൾ ഒരു കിക്ക് സ്റ്റാർട്ടാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും. പക്ഷെ മീനിങ് എന്ന് പറയുന്നത് ഹെൽപ്പ് യു ടു സ്റ്റേ ദെയർ. നമുക്ക് ടിൽ ദ എൻഡ് വരെ, അല്ലെങ്കിൽ നമ്മൾ ലിവ് ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റ് വരെ മീനിങ് നമ്മളെ കൂടെ ഉണ്ടാവും. വെൻ ദ വൈ ഈസ് ക്ലിയർ, ദ ഹൗ ബിക്കം ഈസി. എന്തിന് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് ഒരു ബോധ്യം വരികയാണെങ്കിൽ, ഞാൻ എന്തിനത് ചെയ്യണം, എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഹൗ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഹൗ, എങ്ങനെയെന്നുള്ളത്. ഈ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മളാണ് ചോദിക്കേണ്ടത്. ഓൾവേസ് വൈ ഈസ് റിലേറ്റഡ് ടു അവർ സെൽസ്. നമ്മൾ ഒരിക്കലും വേറൊരാളടുത്ത് പോയി ഇന്നു മുതൽ വൈ, എന്തിന് എന്നുള്ളൊരു ചോദ്യം ചോദിക്കരുത്. അവിടെ ഈ വൈ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈഫിൽ
100% റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന പേഴ്സണായി നമ്മൾ മാറും. ദൈവത്തിനോട് ഒരു സങ്കടം വന്നാൽ ദൈവത്തിനോട് പോയി ചോദിക്കരുത്, ദൈവമേ എന്തിന് എനിക്ക് ഇത് തന്നത്. അതിന് പകരം നമ്മൾ നമ്മളോട് ചോദിക്കാം, എന്തുകൊണ്ടായിരിക്കും, എന്തായിരിക്കും ഞാൻ ഇനി ചെയ്യേണ്ടുന്നത്. അവിടെ ഒരു മീനിങ് കണ്ടെത്താമെങ്കിൽ പിന്നെ നമ്മളുടെ ഹൗ ഒരു പ്രശ്നമല്ല. ഹൗ എന്ന് പറയുന്നത് എക്സ്റ്റേണലി നമുക്ക് ആ സ്ട്രോങ് വൈ ഉണ്ടെങ്കിൽ ആ വൈയിൽ നിന്ന് വരുന്ന ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി പോയി ഈ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെ ഹൗ എന്ന് പറയുന്ന ഒരു ഒരു ഏരിയ ഫുൾഫിൽ ചെയ്യുക, ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. സോ ആസ്ക് ടു യുവർ സെൽഫ്, ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് മൈ വൈ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. ഈവൻ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു സിമ്പിൾ ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും വാല്യൂ ഇല്ലാതില്ല, എല്ലാത്തിനും വാല്യൂ ഉണ്ട്. ടൈം എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. 10 മണിക്ക് സൺഡേ 10 AM ഇന്ത്യൻ ടൈം 10 മണിക്ക് ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കമ്മിറ്റ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ച് ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ബാച്ചിൽ ഞാനൊരു സെഷൻ എടുക്കുന്നു എന്ന് പറയുന്ന ആ ടൈം, ആ കമ്മിറ്റ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ച് ടൈം എന്ന് പറയുന്നത്. ഫോർ മീ ടൈം ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ വാല്യൂ, നമ്മൾ ജീവിക്കുന്ന എന്തിനെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ മാറും. ഞാൻ പറഞ്ഞ ടൈമിൻ്റെ ഡെഫിനിഷൻ മാറും, സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ മാറും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒരു വി വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഒരു പ്രഷ്യസ് മീനിങ് കിട്ടും. നിങ്ങൾക്ക് ശ്രീബുദ്ധനെ കുറിച്ച് പറയണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നതിൽ ഒരു ശിഷ്യൻ, ആ ഒരു ശിഷ്യനാണെങ്കിൽ അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ശിഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ ശിഷ്യൻ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബുദ്ധനെ കണ്ടിട്ട് എഴുന്നേക്കുന്നു. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, എന്താ പറ്റി? കൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. എന്തു പറ്റി കൃഷ്ണ, നിന്റെ മുഖം വളരെ ക്ഷീണിച്ചിട്ടാണല്ലോ, നിനക്ക് എന്തെങ്കിലും വ്യഥയുണ്ടോ, ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുരു, എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഒരൊറ്റ മുണ്ട് മാത്രമാണ് എനിക്കുള്ളത്. ഈ മുണ്ട് മാത്രമാണ് ഞാൻ ഇതാണെങ്കിൽ ആകെ കീറി അവിടെ ഇവിടെയൊക്കെ കീറി തച്ചിട്ട് തുന്നി വെച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇത് എപ്പോഴാണ് അടുത്ത കീറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ബുദ്ധൻ അടുത്ത ദിവസം ഒരു പുതിയ മുണ്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ബുദ്ധൻ ഈ കൃഷ്ണൻ താമസിക്കുന്ന വീടിൻ്റെ അതുവഴി വൈകുന്നേരം നടക്കാൻ പോയി. അപ്പോൾ ആ വഴി പോയി. എന്നിട്ട് നോക്കി, ഈ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണമല്ലോ, ശിഷ്യന്മാരാണെങ്കിലും കള്ളം പറയുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ അവിടെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ആ വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് ചെന്ന് ഇതുവഴി പോകുമ്പോൾ കൃഷ്ണൻ അവിടെ ഉണ്ട്. അപ്പം ബുധൻ അതുവഴി നടന്നു പോയപ്പം അകത്തേക്ക് വിളിക്കുന്നു, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്നാലും. അങ്ങനെ ഇദ്ദേഹം അകത്ത് കയറി. അപ്പോൾ അവിടെയൊക്കെ നോക്കി. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, അപ്പോൾ പുതിയ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, സത്യമാണ്. അപ്പം ചോദിച്ചു, അപ്പം പുതിയ മുണ്ടാണ് നീ പുതിയ മുണ്ടൊക്കെ ഉടുത്തിരിക്കുന്നല്ലോ, പുതിയ മുണ്ട, അപ്പം നീ ഉടുത്തിരുന്ന നിന്റെ പഴയ മുണ്ട് എന്ത് ചെയ്തു? അപ്പം കൃഷ്ണൻ പറഞ്ഞു, അത് ഞാൻ എൻ്റെ കിടക്കുന്ന വിരി ആകം കീറിപ്പോയിട്ടുണ്ടായിരുന്നു, ഞാനത് തുന്നി ശരിയാക്കി കഴുകി വൃത്തിയാക്കി കിടക്കവിരിയായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, കിടക്കവിരി എന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കിടക്കവിരി ആകപ്പാടെ പിന്നെ അത് ദ്രവിച്ച് തീരാറായി, പക്ഷെ എന്നാലും ഞാനത് തച്ച് കർട്ടനാക്കി ഇട്ടു. അപ്പം അദ്ദേഹം ചോദിച്ചപ്പോൾ കർട്ടൻ ഒരു ചെറിയൊരു ഒരു കിളിവാതിൽ പോലത്തെ ഒരു സാധനമാണ്, കുഞ്ഞൊരു വീടാണ്. അപ്പോൾ അവിടെ നേരത്തെ കിടന്ന ആ ജനലിലിട്ടിരുന്ന ജനൽ വിരി നേരത്തെ കിടന്ന് എന്ത് ചെയ്തു? അപ്പം അദ്ദേഹം പറഞ്ഞ്, അത് കംപ്ലീറ്റ് പോയി, എന്നാലും ഞാൻ അടുക്കളയിൽ പാകം ചെയ്യുന്നിടത്ത് അവിടെ തുടയ്ക്കാൻ, അത് കൈപിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു തോന്നുന്നു. അപ്പം ബുദ്ധൻ ചോദിച്ചു, അതിനു വേണ്ടി ഉപയോഗിച്ച ആ തുണി എന്ത് ചെയ്തു? അതായത് അടുപ്പ് പിടിക്കാൻ ഉപയോഗിച്ച ആ തുണി നീ എന്ത് ചെയ്തു? അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങേ ഞാൻ
ആ തുണി കഴുകി വൃത്തിയാക്കി ഉണക്കി ഞാൻ തിരിയാക്കി, അതായത് വിളക്ക് ഉപയോഗിക്കുന്ന തിരിയുണ്ടല്ലോ, ആ തിരിയാക്കിയിട്ടാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിക്കുന്നത് അത് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റോറി ഞാനിവിടെ പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട എന്ത് ഒരു ലേണിംഗ് ആണുള്ളതെന്ന് പറയാമോ? ജസ്റ്റ് ഇവിടെ ഒത്തിരി കോച്ചുമാരൊക്കെ ഉണ്ട്, ഒന്ന് പറയാമോ? വാല്യൂ മാം. യെസ്, വാല്യൂ. വാല്യൂ. കാരണം ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ ആ അടുപ്പ് പിടിക്കുന്ന സാധനം നമ്മളെന്തായാലും എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ടവലായിരിക്കും, ചെറിയ പിന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂസ് യൂസ് ചെയ്യുക, അല്ലാത്തൊരു കിച്ചൺ ടവൽ യൂസ് ഉണ്ടാവും. കുറച്ച് വൃത്തികേടാകുമ്പോൾ നമ്മളെടുത്ത് കളയാണ് ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, ഓരോന്നിനും. ആ ഒരു തുണിക്ക് അത്രയും വാല്യൂ ഉണ്ട്. മനുഷ്യൻ, നമ്മൾ എത്രയും വില കൂടിയ നമ്മുടെ ഓരോ ടൈമും ഓരോ ചിന്തകളും എത്രമാത്രം വാല്യൂ ഉള്ളതാണ്, എത്രമാത്രം വാല്യൂ ഉള്ളതാണ്. മാത്രമല്ല റീസൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ അതിനകത്തുണ്ട്. വാല്യൂ എന്ന് മാത്രമല്ല, റീസൈക്ലിംഗ്, റീയൂസ് ചെയ്യുക. ഓരോന്നിനും, നമ്മളെടുത്ത് കളയുന്ന ഓരോ സാധനത്തിനും വീണ്ടും വാല്യൂ ഉണ്ട്. അപ്പം വീണ്ടും ചിന്തിക്കുക, നമ്മൾ എടുക്കുന്ന ഓരോ കാര്യത്തിനും റീയൂസ് ചെയ്യാൻ പറ്റും, വാല്യൂ ചെയ്യാൻ പറ്റും. നമ്മളെ ഓരോ ടൈം നമ്മൾ ഒരു ഹോം മേക്കറിനെ എടുത്ത് നോക്കിയേ, ഒരു മീനിങ് ഫുൾ ഒരു ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് വുമൺ ഉണ്ട് ഒരു ഗ്രൂപ്പ്. നന്നായി എല്ലാവരും, എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവരും വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്. അല്ലാത്തവരും ഉണ്ടാകാം, ഹോം മേക്കേഴ്സും ഉണ്ടാകും. എനിക്ക് നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങൾ ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വർക്ക് എന്താണ്? ഞാൻ ചോദിക്കുന്നത് കിച്ചണിലെ വർക്കിൽ ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ തോന്നുന്ന ഒരു വർക്ക് ഏതെങ്കിലും ഒരു വഴി. എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്തില്ലല്ലോ. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇടാമോ ടഫായിട്ട് നമുക്ക് പാത്രം കഴുകല് മാം. യെസ്, പാത്രം കഴുകൽ. പാത്രം കഴുകൽ അതും നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാം. എങ്ങനെ മാം ക്ലീനിങ് അതായിരുന്നു, പക്ഷെ മാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഐ ഹാവ് ടു എന്ന് മാറി ഐ ചൂസ് ടിലോട്ട് പോകുമ്പോ അത് ഇൻട്രസ്റ്റ് ആയി. യെസ്, ഐ ചൂസ് ടു. ഇനി അതിൻ്റെ അടുത്ത ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐ ചൂസ് ടു. ഇത് ഐ ഹാവ് ടു എന്ന് പറയുന്നത് ഞാൻ ചെയ്തേ പറ്റൂ. ഐ ചൂസ് ടു, ഇത് ഞാൻ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മളുടേതായ ഒരു ഇനീഷ്യേഷനും നമ്മളുടെ ലവും കൺസേണും ഇടുന്നു. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അതിനൊരു മീനിങ് കാണുകയാണ് നമ്മൾ. ഈവൻ ആ പാത്രം കഴുകുന്നതിൽ പോലും ഒരു മീനിങ്, ആ ഡിഷ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു മീനിങ്. ഇത് നമ്മൾ ക്ലീനായിട്ട് കഴിയുന്നതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ്, നമ്മൾ ആരെയൊക്കെയാണ് സെർവ് ചെയ്യുന്നത്, ഈ ഒരു അഴുക്ക് കളയുന്നത് കൊണ്ട് ഡിവൈൻ ഒരു പ്രോസസ്സാണത്. ആ ഒരു വേസ്റ്റ്, ആ ഒരു അഴുക്ക് നമ്മൾ കളയുന്നത് കൊണ്ട് ഒരു ഡിവൈനിറ്റിയാണ്. അവിടെ ഒരു പോസിറ്റിവിറ്റി ഇല്ല. ഒരു അഴുക്ക് കൂടി കിടക്കുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി. അവിടെ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഡിവൈൻ വർക്ക്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക്, ഒത്തിരി പേരെ, വീട്ടിലുള്ള എല്ലാവരെയും ഹെൽത്തി ആക്കുന്നു, വീട്ടിലുള്ള എല്ലാവരിലേക്ക് വീട് മൊത്തം പോസിറ്റീവ് എനർജി ആക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് നമ്മളല്ലേ. വി ആർ ജസ്റ്റ് ലൈക്ക് എൻ ഏഞ്ചൽ. ഒരു ഡിവൈൻ വർക്കാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ മീനിങ് ഫുള്ളായിട്ട് ചിന്തിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ബഹളം ഉണ്ടാകില്ല. എന്നിട്ട് ഓരോ പാത്രം എടുക്കുമ്പോഴും മൈൻഡ്ഫുള്ളായിട്ട് നമ്മളത് ചെയ്യണമെങ്കിൽ, ഇത് ചെയ്യാൻ നമുക്കൊരു അവസരമാണ് കിട്ടുന്നത്. ഈ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്നോടൊപ്പമുള്ള ആളുകളെ സെർവ് ചെയ്യാനുള്ളൊരു അവസരം, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കാനുള്ളൊരവസരം, ഇവിടെ അബൻഡൻസ് കൊണ്ട് നിറയ്ക്കാനുള്ളൊരവസരം. ക്ലെൻലിനെസ്, ക്ലീനിങ് ഉള്ളിടത്ത് അബൻഡൻസ് വരും. ഇവിടെ ദൈവം അല്ലെങ്കിൽ ഹയർ സെൽഫ് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഇതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ വാല്യൂ എനിക്ക് ലഭിക്കും. യൂണിവേഴ്സൽ ലോയിൽ നമുക്ക് ഏത് ലോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ലോ ഓഫ് കോമ്പൻസേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? കോച്ചുമാരെ തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ലോ ഓഫ് കോമ്പൻസേഷൻ ഒന്ന് പറയാമോ? ലോ ഓഫ് ലൈക്ക് കർമ്മ മാം, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. യൂണിവേഴ്സിന്റെ എനർജി. താങ്ക് യു ദിവ്യ സജിത്ത്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, ലോ ഓഫ് കോമ്പൻസേഷൻ, യൂണിവേഴ്സൽ നിയമം പറയുന്നത്, നമ്മൾ എന്താണോ നമ്മൾ യൂണിവേഴ്സിൽ കൊടുക്കുന്നത് അത് അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ വേറൊരാൾക്ക് കൊടുക്കുന്നത്, ആള് നമുക്ക് തരത്തില്ല, പക്ഷെ യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരും. നമ്മളിപ്പോൾ
ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയോ ക്ലയൻസിന് വേണ്ടിയോ നമ്മൾ എഫേർട്ട് എടുക്കുന്നു. വളരെ ഡീപ്പർ ലെവലിൽ നമ്മൾ നമ്മുടെ പ്യുവർ ഇൻറ്റൻഷനോട് കൂടി നമ്മൾ ചെയ്യുന്നത്. ഇൻറ്റൻഷൻ ആൻഡ് മീനിങ്, ഇത് രണ്ടും ഇന്നത്തെ കോർ പോയിന്റ്സ് ആണ്. ഇത് രണ്ടും മാത്രം ഓർത്തിരുന്നാലും മതി. ഇൻറ്റൻഷനോടുകൂടി നമ്മളൊരു സർവീസ് കൊടുക്കുന്നു, നമ്മളൊരു ഒരു ഒരു കാര്യം ചെയ്തു കൊടുക്കും, നമ്മൾ ടൈം എനർജി എഫേർട്ട് ഇടുന്നു. ഒരുപക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആ വ്യക്തി അത് കൺസിഡർ ചെയ്യത്തില്ലായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. അവർ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. യൂണിവേഴ്സ് വിൽ ഗിവ് ബാക്ക് ടു യു. ഉറപ്പായിട്ട് യൂണിവേഴ്സ് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലം നമുക്ക് തന്നിരിക്കും. യൂണിവേഴ്സ് തരാതെ പോകത്തില്ല. യൂണിവേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ കോമ്പൻസേഷൻ തരും. നല്ലത് കൊടുക്കുകയാണെങ്കിൽ ആ നല്ലത് യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരും. മോശം കൊടുക്കുകയാണെങ്കിലും ആ മോശവും യൂണിവേഴ്സ് തിരിച്ചു തരും. സോ എപ്പോഴും നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ഈ അക്കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ മീനിങ് ഫുൾ ആകുകയാണെങ്കിൽ ലൈഫ് നമ്മൾ ബ്ലെസ്ഡ് ലൈഫായിട്ട് മാറും. നമ്മൾ അക്കൗണ്ടബിൾ ആണ്. നമ്മൾ വിചാരിക്കും ഇത് ആരും കാണില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അക്കൗണ്ടബിൾ ആണ്. ഇനി ചിന്തിച്ചു വന്ന് നോക്കൂ, ഇൻറ്റൻഷനലി മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തോരം കോമ്പൻസേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർ എന്തായാലും ഇങ്ങനെ ഈ ഫ്രീ വെബിനാറിൽ ഇപ്പം വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എഫിഷ്യൻ്റ് ആണ്, നല്ല പെർഫോമറാണ്, മോട്ടിവേറ്റഡ് ആണ്. മോട്ടിവേഷൻ എന്ന് ഞാൻ പറയുന്നത് എഗെയിൻ ഞാൻ പറയുന്നു, നമുക്ക് മോട്ടിവേഷൻ ഈസ് എ ഫ്യൂൽ ദാറ്റ് ബേൺസ് ഫാസ്റ്റ് എന്നാണ്. മോട്ടിവേഷൻ പെട്ടെന്ന് കത്തിത്തീരുന്ന ഒരു സാധനമാണ്. ബട്ട് മീനിങ് ഈസ് ഇന്നർ ഫയർ, നമ്മുടെ ഉള്ളിലുള്ള തീയാണ്. ദാറ്റ് സസ്റ്റെയിൻസ് ഈവൻ ഇൻ ദ ടഫസ്റ്റ് സീസൺസ്. ആ ഒരു മീനിങ് കൊണ്ട് ഏത് ടഫ് സാഹചര്യത്തിലും നമ്മളെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്നത് ആ മീനിങ് ആണ്. ഇനി മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഗോൾ ഫോക്കസ്ഡ് ആണ്. ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേഷൻ ഉപയോഗിക്കുന്നു. ഷോർട്ട് ബേസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഓഫൺ ഡ്രിവൺ ബൈ റിവാർഡ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിയർ, ഓഫൺ ഡ്രിവൺ ബൈ റിവാർഡ്സ്, അല്ലെങ്കിൽ അവോയ്ഡ് ഫിയർ ഒരു അർജൻസി അവോയ്ഡ് ചെയ്യാൻ. ഒരു അർജൻസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, ഇത് ചെയ്തേ പറ്റൂ, പെട്ടെന്ന് നമ്മൾ ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളൊരു ഫിയർ. ബട്ട് മീനിങ് എന്ന് പറയുന്നത് ഈസ് പർപ്പസ് ഫോക്കസ്ഡ് ആണ് മീനിങ്. സസ്റ്റൈനബിൾ ആണ്, റെസീലിയൻ്റ് ആണ്, ആൻഡ് ഇമോഷണൽ ഫുൾഫില്ലിംഗ് ആണ്. മീനിങ് ഫുൾ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു മടി, ലേസിനെസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സസ്റ്റൈനബിൾ ആണ്, എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. ആരും നമ്മളെ ഫോഴ്സ് ചെയ്യണ്ട, ആർക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ആർക്കും ഫോഴ്സ് ചെയ്യണ്ട, ആരും നമ്മളെ പുഷ് ചെയ്യണ്ട. റെസീലിയൻ്റ് ആണ്, 2 ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിലും തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് നമ്മൾ ഈസി ആയിട്ട് എത്തും, മീനിങ്ങിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ. ആൻഡ് ഇമോഷണലി ഫുൾഫില്ലിംഗ് ആണ്. നേരത്തെ പറഞ്ഞ ഫുൾഫില്ലിംഗ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു ആനന്ദം, ഫുൾഫില്ലിംഗ് അത് കിട്ടും. സക്സസ് വിത്തൗട്ട് ഫുൾഫിൽമെന്റ് ഈസ് എ അൾട്ടിമേറ്റ് ഫെയിലുവർ. നമുക്ക് ഫുൾഫിൽമെന്റ് ഇല്ലാത്ത സക്സസ് അൾട്ടിമേറ്റ് ഫെയിലുവർ ആണ്. ഇത് ടോണി റോബിൻസ് പറഞ്ഞൊരു കാര്യമാണ്. കറക്റ്റാണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയാറില്ലേ, പിന്നെ ഞാൻ ചെയ്തു, ഞാനത് ചെയ്തു, പക്ഷെ എനിക്ക് അത്ര വലിയ ഐ എം നോട്ട് ഫീലിംഗ് ഹാപ്പി, അല്ലെങ്കിൽ എനിക്ക് അത്ര വിചാരിക്കുന്ന അത്ര ഞാൻ ചെയ്തു നോക്കി, എനിക്ക് അതൊന്നും ഈ പറയുന്ന സന്തോഷമൊന്നും എനിക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ എനിക്കിതെല്ലാം ഉണ്ട്, പക്ഷെ എന്തോ ഒരു മിസ്സിങ് എലമെന്റ് എൻ്റെ ലൈഫിലുണ്ട്, എന്തോ ഒരു കാര്യം എനിക്ക് മിസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയാറുണ്ട്. ഈ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അവർ പറഞ്ഞത് ഈവൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്, വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ വളരെ ഫേമസ് ബുക്കാണ്, വായിക്കണം കേട്ടോ, മാൻ സെർച്ച് ഫോർ മീനിങ്. അതിനകത്ത് പറയുന്നതാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോലും അവിടെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടായിരുന്ന ആൾക്കാർ അവർ സർവൈവ് ചെയ്തു എന്നാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്രയോ പേര് ദിവസവും മരിച്ചു വീഴുന്നുണ്ട്, കാരണം അവരെ ഇങ്ങനെ പൂട്ടിയിട്ട് കൊല്ലുകയാണ്.
അത് ഒരു ക്യാമ്പിലെ ആളുകളെ കൂട്ടിയിടുന്ന സ്പേസ് കുറവാണ്. ഈവൻ ശ്വസിക്കാൻ പോലും ഫുഡില്ല, ശ്വസിക്കാൻ പോലും ഉള്ള നല്ല എയർ പോലും കിട്ടാത്ത ആ ഒരു നാസി പട്ടാള ക്യാമ്പിലെ ദുരിതങ്ങൾ, പീഡനങ്ങൾ, ഇങ്ങനെ ഡെയിലി വന്നവരെ വന്ന് പീഡിപ്പിക്കുക, അബ്യൂസ് ചെയ്യുക. അവിടെ പോലും ഒരു ഒരു മീനിങ്ങിൽ അവർ ഇരുന്ന് മൈൻഡിലൊരു മീനിങ്, ഒരു പേർപ്പസ് ഉള്ളവർ, അവർ മാത്രം എൻഡിൽ സർവൈവ് ചെയ്തെന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം അവരുടെ നാസി ക്യാമ്പിൻ്റെ ഈ ഒരു ഇഷ്യൂസ് ആണ് മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ബുക്ക് എഴുതാനുള്ള കാര്യം. അതുപോലെ തന്നെ ഹാർവാർഡ് ബിസിനസ് സ്കൂള് പറയുന്നത്, എംപ്ലോയീസിന് നടത്തിയൊരു പഠനമാണ്. അവർ പറയുന്നത് ഈ മീനിങ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നവർക്ക് 3x മോർ പ്രൊഡക്ടിവിറ്റിയും അവർ ലൈഫിൽ ഒരു എന്താ പറയുക, ലൈഫിൽ വളരെ ഹാപ്പിയായി ഫുൾഫിൽമെൻറ്റോടെ 3x കൂടുതൽ പ്രൊഡക്റ്റീവ്, ഹാപ്പിനെസ്, സന്തോഷം, ലോഞ്ചിവിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ നമ്മൾ ലൈഫ് ഈസ് നെവർ മെയ്ഡ് അൺബെയറബിൾ ബൈ സർക്കംസ്റ്റാൻസസ് ബട്ട് ഓൺലി ബൈ ലാക്ക് ഓഫ് മീനിങ് ആൻഡ് പേർപ്പസ്. ലൈഫ് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, ഒരു ഭയങ്കര പെയിൻ വരുമ്പോൾ, അത് ബെയറബിൾ ആകണമെങ്കിൽ ആ ജീവിതത്തിന് ഒരു മീനിങ് ഉണ്ടാകണം, ആ ലൈഫിനൊരു മീനിങ് ഉണ്ടെന്ന് റിയലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ഓവർകം ചെയ്യാന്ന് പറയുന്നത് ആ മീനിങ്ങിൽ ലിവ് ചെയ്യാൻ പറ്റും. ചില പെയിനുകൾ നമുക്ക് ലൈഫ് ലോങ് ആയിരിക്കും. ആ പെയിനിൻ്റെ കൂടെ നമുക്ക് ആ മീനിങ് ഫുൾ ലൈഫാണെങ്കിൽ നമുക്ക് ആ ലൈഫ് ലീഡ് ചെയ്യാൻ നമുക്കൊരു കരുത്തുണ്ടാവും, റെസീലിയൻസ് ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഇനി സയൻറ്റിഫിക് പറയണമെങ്കിൽ മീനിങ് ആക്ടിവേറ്റ് ഡീപ്പർ ബ്രെയിൻ സിസ്റ്റം. അതായത് ന്യൂറോ സയൻസ് പറയുന്നത് വെൻ യുവർ ആക്ഷൻ അലൈൻ വിത്ത് യുവർ കോർ വാല്യൂസ് ആൻഡ് പർപ്പസ്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ലൈറ്റ്സ് അപ്പ്. അവിടെയാണ് ഡിസിഷൻ മേക്കിങ്ങും റെസീലിയൻസും ലോങ് ടൈം വിഷനും ഒക്കെ ഉള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇത് ലൈറ്റപ്പ് ചെയ്യും, ഇത് ആക്ടിവേറ്റ് ചെയ്യും ആ മീനിങ്ങിലാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ടച്ച് ചെയ്യത്തില്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതൊന്നും ടച്ച് ചെയ്യില്ല. ആരോ പറഞ്ഞ കണക്ക് എഴുന്നേക്കുന്നു, രാവിലെ എഴുന്നേക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാണുന്നു, ആരൊക്കെയോ കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, പിന്നെ പോയി കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെയുള്ള ലൈഫല്ല നമ്മൾ ഇന്ന് മുതൽ ലീഡ് ചെയ്യേണ്ടുന്നത്. ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് ലിവ് ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന സയൻറ്റിഫിക് ബെനിഫിറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ലൈറ്റപ്പ് ചെയ്യും. ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് people engage in meaningful work, there will get heart coherence that increase leading to clarity, intuition and performance improvement. ഹാർട്ട് കൊഹിറൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒരു കൊഹിറൻസ്, ഒരു ഋതത്തിലേക്ക് വരും, ഒരു താളത്തിലേക്ക് വരും. ആ താളത്തിലേക്ക് വരണമെങ്കിൽ അവിടെ പീസ് വരണം, അല്ലെങ്കിൽ ഹാപ്പിനെസ് വരണം, അല്ലെങ്കിൽ ഒരു ഈ സാധാരണ നമ്മൾ ഒരു പീസ്ഫുൾ ആവുന്ന ഒരു ഋതത്തിലേക്ക് വരുന്നതാണ് കൊഹിറൻസ് എന്ന് പറയുന്നത്. അതിന് എയ്തർ പീസ് വേണം, അല്ലെങ്കിൽ ജോയ് വേണം, അതല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് ഇമോഷൻ വേണം ഹാർട്ടിന്. സ്ട്രെസ് ആണെങ്കിൽ ഒരിക്കലും കൊഹിറൻസിൽ വരത്തില്ല, ആങ്സൈറ്റി ആണെങ്കിൽ കൊഹിറൻസിൽ വരത്തില്ല, സാഡ് ആണെങ്കിൽ കൊഹിറൻസ് വരത്തില്ല, എൻവി, ജലസ്, ജഡ്ജ്മെന്റ്, ഇതൊന്നും കൊഹിറൻസിൽ വരത്തില്ല, ഹാർട്ടിന് കൊഹിറൻസിൽ എത്തുന്നില്ല. ആ കൊഹിറൻസിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അവർ ഈ ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ജോയ്, ആനന്ദം, സന്തോഷം അനുഭവിക്കുന്നതായിരിക്കും. ഹാർട്ടിനൊരു റിതമുണ്ട്, ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലേക്ക് ഈ മീനിങ് ഫുൾ ലിവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു ഹാർട്ടിന്റെ കൊഹിറൻസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. അവിടെ വളരെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ പെർഫോമൻസ് വളരെ വലുതായി, വളരെ അപ്രീഷിയബിൾ ആയിരിക്കും. കാരണം ഒരാള് ഒരു ബുക്ക് നോക്കി ഒരു തിയറി പഠിച്ച് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു തിയറി ബുക്കിൽ നോക്കി പഠിച്ച് പ്രസന്റ് ചെയ്യുന്നതും അയാളുടെ ഹൃദയത്തിൽ നിന്നെടുത്ത് സംസാരിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്.
റൂമി പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നെടുത്ത നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത കുപ്പായം എന്ന് പറഞ്ഞ പോലെ, ഒരു തുന്നൽക്കാരൻ തുന്നുമ്പോൾ ഹൃദയത്തിൽ നിന്നെടുത്ത നൂലുകൊണ്ട് നെയ്തെടുത്ത കുപ്പായം തുന്നുന്നത് പോലെ, അതുപോലെ ഹൃദയത്തിന്റെ കൊഹിറൻസിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും മീനിങ്ങിലാണെങ്കിൽ. അപ്പൊ മീനിങ്ങിൽ വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാ മീനിങ്ങിൽ ചെയ്യാൻ പറ്റും. ഏതൊരു ആക്ടിവിറ്റിയും മീനിങ്ങിൽ ചെയ്യാൻ പറ്റും. സോ ഇനി ഇതിന്റെ സൈക്കോളജിയും കൂടെ പറയാം. മീനിങ് ഫുൾ ലൈഫിന്റെ സൈക്കോളജി എന്താണെന്ന് പറയാം. എ മീനിങ് ഫുൾ ലൈഫ് ഈസ് വൺ ദാറ്റ് ഫീൽ അലൈൻഡ് വിത്ത് യുവർ ഇന്നർ വാല്യൂസ് which serves others bring a sense of contribution and connection. മീനിങ് ഫുൾ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടാവും. ഇത് മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാകണം. മറ്റുള്ളവർക്ക് കൂടി ഇതൊരു ഉപകാരപ്രദമാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ തൊഴിലാളികൾ അവിടെ ബിൽഡിംഗ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വഴിയാത്രക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ആദ്യം നിൽക്കുന്ന ഇങ്ങനെ ആളിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ? ഞാൻ ഈ കട്ട എടുത്ത് വെച്ച് കെട്ടുന്നു, കണ്ടില്ലേ? ഓക്കെ. അയാള് വീണ്ടും കുറച്ചുകൂടെ അങ്ങോട്ട് നിന്ന് അടുത്ത ആളിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ കെട്ടിടം കെട്ടുകയാണ്, രാവിലെ തുടങ്ങിയത്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൂന്നാമതൊരാൾ കുറച്ചപ്പുറത്ത് നിന്ന് ഇങ്ങനെ ബിൽഡിംഗ് കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ സെയിം വഴിയാത്രക്കാരൻ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷത്തോട് പറഞ്ഞ, സന്തോഷം, നിങ്ങളത് ചോദിച്ചല്ലോ. ഞാനേ വലിയ അതിമനോഹരമായ ഒരു ചർച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണത്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിനകത്ത് തണല് കിട്ടും, പ്രാർത്ഥിക്കാൻ പറ്റും. ഇതിനകത്ത് വഴിയാത്രക്കാർക്ക് പോലും, നിങ്ങളൊരു വഴിയാത്രക്കാരനല്ലേ, നിങ്ങൾ ക്ഷീണിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടും. വഴിയാത്രക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. നല്ല തണലാണ്, കാരണം അത്ര നല്ല വില കൂടിയ മാർബിളാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. വലിയൊരു ചർച്ച് കെട്ടുന്നതിൻ്റെ പണിയിലാണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ചെയ്തു തീർക്കുമ്പോൾ എന്ത് മനോഹരമായിരിക്കും എന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് പൂർത്തിയായിട്ടുണ്ടാവും. ഇതാണ് മീനിങ്. ദിസ് ഈസ് ദ മീനിങ്. മൂന്നാമത്തെ ആള് പറഞ്ഞാണ് മീനിങ്. മറ്റു രണ്ടുപേരും എന്തോ ചെയ്യുന്നു. ആദ്യത്തെ ആൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് പോലും അറിയില്ല. നോ മീനിങ്. അയാൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അയാൾക്ക് ടയർഡ് ഉണ്ടാവും, അയാൾ അഗ്രസീവ് ആയിരിക്കും, ആങ്കർ ഉണ്ടാകും, ഒരു മീനിങ് ഇല്ലാത്തൊരു ലൈഫായിരിക്കും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ലൈഫ്. രണ്ടാമത്തെ ആളും എന്തിൻ്റെയൊക്കെ പാർട്ടാണ്, ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് പോയാൽ മതി. ഹറിബറിയൊക്കെ ഉണ്ടാവും. ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, ഒരിക്കലും ജോയ് കിട്ടൂല. മീനിങ്ങിൽ ചെയ്യുന്ന ആളെ ഇപ്പോഴേ ആ ജോയ്, ആനന്ദം അനുഭവിക്കുകയാണ്. അയാളുടെ ആത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അയാൾ അവിടെ ആ മൊമെന്റിൽ തന്നെ അദ്ദേഹം ചാരിറ്റി കോൺട്രിബ്യൂഷൻ ചെയ്യല്ലേ. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അവരല്ലേ. ഈ പള്ളി അല്ലെങ്കിൽ ആ ചർച്ച് പണിയാൻ വേണ്ടിയിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അവരാണ്. പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമാണ് അയാൾ ചെയ്യുന്ന യഥാർത്ഥ കോൺട്രിബ്യൂഷൻ, ആ ഒരു ലെവലിലേക്ക് അയാൾ ചെയ്ത ആ ഒരു വർക്കിനെ മീനിങ് ഫുൾ ആക്കാൻ പറ്റിയത്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അതിനൊക്കെ പരാതി പറയും, അല്ലേ? കുക്ക് ചെയ്ത് കൊടുക്കും സ്ത്രീകളാണെങ്കിൽ, എന്നിട്ട് പരാതി പറയും, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം, എനിക്ക് ഈ ജോലിയെല്ലാം ചെയ്ത് മടുത്തു, വേറെ ആരെങ്കിലും കൂടെ വെക്കണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം, പാത്രം ഞാൻ കഴുകണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, ഫോൾഡ് ചെയ്യണം, തുണി മടക്കി വെക്കണം. ഇത് ഇന്ന് മുതൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ലോ ഓഫ് കോമ്പൻസേഷൻ ആൻഡ് മീനിങ്, ഇത് രണ്ടും മനസ്സിൽ കൊണ്ടുവരണം. ആൻഡ് ചെയ്യുന്നതിന് മുൻപ് പവർഫുൾ ഇൻറ്റൻഷൻ അങ്ങ് സെറ്റ് ചെയ്യണം. താങ്ക് യു ദിവ്യ ആൻഡ് ശക്തി പ്രേം സാർ. നിങ്ങൾ രണ്ടുപേരുടെയും മുഖമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇവിടെയും താങ്ക് യു മാം, ലവ് യു. ലവ് യു. ഇവിടെയും താങ്ക് യു ജാൻസി. ഇവിടെയും നമുക്ക് ആ മീനിങ് ഫുൾ ആ ഇരിക്കുന്ന മൊമെന്റ് മീനിങ് ഫുൾ ആക്കാൻ നമുക്ക് 100% മീനിങ് ഫുൾ ആക്കാൻ കഴിയും. ഞാൻ ആരെയും പ്രഷർ തരുന്നില്ല, എന്നാലും ഇത് ഓപ്പൺ ആക്കിയിരുന്നാൽ അവിടെ നമ്മളോട് ജസ്റ്റിസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനോട് നമ്മൾ ജസ്റ്റിസ് പുലർത്തിയാൽ
which means we are true meaningful in this moment too. ടൈം എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്. ടൈം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓക്കെ, ദെൻ നമുക്കൊരു കോൺട്രിബ്യൂഷൻ ആൻഡ് കണക്ഷൻ ഉണ്ടാകുന്ന മീനിങ് ആണെന്ന് പറഞ്ഞു. മാസ്ലോസ് തിയറി പഠിച്ചിട്ടുള്ള, സൈക്കോളജി പഠിച്ചിട്ടുള്ളവർക്ക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് അറിയാം. അവിടെ ലേറ്റസ്റ്റ് തിയറി പറയുന്നത് എന്താണെന്നറിയാമോ? സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് നമ്മൾ സാധാരണ പറയുന്നത് പിന്നെ നീഡ്സിൽ ഓരോ ലെവലുണ്ട്. ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, പ്ലഷർ, സൈക്കോളജിക്കൽ നീഡ്സ്, പിന്നെ സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്. ഈ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് ലാസ്റ്റ് പറയുന്നത്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഇപ്പോൾ അദ്ദേഹം എൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിന് പകരം സെൽഫ് ട്രാൻസെൻഡൻസ് എന്നാണ്. താങ്ക് യു ഹെബ. സെൽഫ് ട്രാൻസെൻഡൻസ് എന്നാണ്. അതായത് ആ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥ മീനിങ് ലൈഫിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. നിറഞ്ഞു കവിഞ്ഞൊഴുകുക, ട്രാൻസെൻഡൻസ് എന്നുള്ളൊരവസ്ഥയിലേക്ക്, അത് മീനിങ് ആയി മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സ്പിരിച്വൽ ആസ്പെക്ട്സ് കേൾക്കണോ? അതും കൂടി കേട്ടാൽ നമ്മൾ ഓക്കെ ആവും. അത് ഏത് കാര്യം സ്പിരിച്വലി കേൾക്കുകയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബലം കിട്ടും അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് കറക്റ്റാണ്. എന്നാൽ ഞാൻ അതും കൂടി പറയാം കേട്ടോ. ഗീത പറഞ്ഞത് എന്താണെന്നറിയാമോ? യുവർ വർക്ക് ഈസ് യുവർ ഡ്യൂട്ടി, നോട്ട് ദ റിസൾട്ട്. ആക്ട് വിത്ത് മീനിങ്, നോട്ട് ഫോർ ഔട്ട്കം. ഭഗവത്ഗീത പറഞ്ഞാണ്. നിങ്ങൾ കർമ്മം ചെയ്യുക, നിങ്ങളതിൻ്റെ ഫലം നോക്കാതിരിക്കുക. കർമ്മം മീനിങ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്കം നോക്കാതെ ചെയ്യുകയാണെങ്കിൽ ഔട്ട്കം താനേ വരുമെന്നാണ് പറയുന്നത്. ലോ ഓഫ് ധർമ്മ, എവരി വൺ ഹാസ് എ യുണീക്ക് ഗിഫ്റ്റ്. എല്ലാവർക്കും ഉണ്ട്. ലിവിങ് ഇൻ ഇറ്റ് ഈസ് അവർ ഡിവൈൻ ഡ്യൂട്ടി. ഇതെൻ്റെ ഡിവൈൻ ഡ്യൂട്ടിയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഒരു വിശ്വാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മീനിങ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് റെസീലിയൻസിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഡിവൈൻ ഡ്യൂട്ടി ഇതെൻ്റെ ധർമ്മമാണ്, ഇതെൻ്റെ കർമ്മയാണ്, എൻ്റെ കർമ്മമാണ്, എൻ്റെ ധർമ്മമാണ്. എൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ പേർപ്പസ്, കർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി. ഇത് രണ്ടും ഒന്നാകുകയാണെങ്കിലാണ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി അലൈൻഡ് ആകുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിൽ നിന്നും നമുക്ക് തിരിച്ച് കരകയറി വന്ന് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. People who have sense of purpose have lower cortisol, stronger immunity. നമ്മൾ ആ മീനിങ്ങിൽ ലിവ് ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും മീനിങ് മനസ്സിലാക്കി ഒരു ഗ്രേറ്റർ പർപ്പസിലേക്കാണ് ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അതിനു വേണ്ടിയാണ്. ഒരു ഗ്രേറ്റർ പർപ്പസ്, അത് സോളിൻ്റെ നീഡ്, ആത്മാവിൻ്റെ ഒരു ആവശ്യമാണ്. ബോഡിയുടെ മൈൻഡിൻ്റെ അല്ല, ആത്മാവിൻ്റെ ആവശ്യം. ഉയർന്ന തലത്തിലാണ് നമ്മളുള്ള ജീവിതം. സാധാരണ നമുക്കറിയാൻ ഒരുപാട് ആളുകളും ജീവിക്കുന്നത്, മെജോറിറ്റി ആളുകളും ജീവിക്കുന്നത് ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. കുറച്ചുപേര് മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കും. ഈ ശരീരത്തിൻ്റെ സന്തോഷത്തിൻ്റെ മുകളിലാണ് മനസ്സിൻ്റെ സന്തോഷം. ഈ ശരീരത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ സുഖം അറിയത്തില്ല. ഇനി മനസ്സിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും ആത്മാവിൻ്റെ സന്തോഷം, ആ ആനന്ദം, ആ നിർവൃതിയുടെ സുഖം അറിയത്തില്ല. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ആത്മാവിൻ്റെ ആനന്ദം, ആ നിർവൃതി അറിയാൻ വേണ്ടിയിട്ടാണ്. അതറിയണമെങ്കിൽ മീനിങ്ങിൽ ജീവിക്കണം. ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു മീനിങ് ഉണ്ട്. നമ്മളൊരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ ഹയർ കോൺഷ്യസ് ആ മീനിങ്ങിൻ്റെ ക്ലാരിറ്റി നമ്മളൊരു 1% മീനിങ് ഇട്ടു ഒരു കാര്യത്തിൽ, ഹയർ കോൺഷ്യസ് അതിൻ്റെ ക്ലാരിറ്റി 80% ഇടും. നമ്മൾ 10% ഇട്ടു, ഹയർ കോൺഷ്യസ് 90 ഇടും. നമ്മൾ 20-30% ഇടണമെങ്കിൽ ഹയർ കോൺഷ്യസ് 100-ലധികം ക്ലാരിറ്റി നമുക്കറിയാം. ഞാൻ എന്തിനത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു തുടങ്ങുന്ന മൊമെന്റിൽ നീ എന്തിനത് ചെയ്യണം എന്നുള്ള ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടും. പക്ഷേ യു ഷുഡ് കണക്ട് വിത്ത് ഹയർ കോൺഷ്യസ്നസ്. ആ ഒരു പ്യൂരിറ്റിയിൽ, ആ ഒരു ഇൻറ്റൻഷനിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഡീപ്പ് ലെവലിലേക്ക് പറയുന്നത്. അത് എനിക്ക്
ഞാൻ ഈ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം, പറയണം. ഈ പറഞ്ഞത് എന്തെങ്കിലും ഇരുന്ന് വിളിച്ച് പറയരുതേ, ഇതൊന്ന് ക്ലാരിറ്റി തരണമേ എന്ന് പറയണം. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആവുന്നുണ്ടല്ലേ അല്ലേ? ക്ലിയർ? സൂപ്പർ മാം, സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മീനിങ്ങിൽ വർക്ക് ചെയ്യണമെങ്കിൽ കോർട്ടിസോൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്ട്രെസ്സാണ്. സ്ട്രെസ് ഹോർമോൺ കുറയും, ഇമ്മ്യൂണിറ്റി കൂടും. അതുപോലെ കുറേ കാലം നമുക്ക് മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. മീനിങ് ആക്ടിവേറ്റ് യുവർ ബോഡീസ് ഡീപ്പസ്റ്റ് ഹീലിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റം. ജോ ഡിസ്പെൻസ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബോഡിയുടെ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് ബോഡി സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മീനിങ് ഫുൾ ഇൻറ്റൻഷണൽ ലിവിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് തന്നെ നമ്മളെ ക്യൂർ ചെയ്യും. അത് തന്നെ ക്യൂർ ചെയ്യും. നമുക്കറിയാം ഈ ക്യാൻസർ സർവൈവേഴ്സ് അവരെന്തുകൊണ്ട് പിന്നെ അതിൽ തിരിച്ചു വരുന്ന കുറേ ആൾക്കാരെങ്കിലും അവർ പിന്നെ വളരെ കോറിൽ ടച്ച് ചെയ്ത് ജീവിക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരെ സഹായിക്കുന്നവരുണ്ട്. അവർ ഒന്നും പൈസ കൊടുക്കാനില്ലെങ്കിൽ അവർ പോയി അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കും. വലിയ വലിയ എൻ്റെ ഒരു സ്റ്റുഡൻറ്, അല്ല, എൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയാൻ പറ്റും, രേഷ്മ RCCയിൽ എല്ലാ ആഴ്ചയും പോകും അവിടെയുള്ള പേഷ്യൻസിനെ കാണാൻ. അവിടെ പോയി സംസാരിക്കുന്നത് മീനിങ് ഫുൾ അവേഴ്സ്. ഇപ്പം നമ്മൾ ഇന്നത്തെ സംസാരത്തിൽ വെൽക്കം പറഞ്ഞത് രേഷ്മയാണ്. മീനിങ് ഫുൾ ആ ലൈഫിൽ ഒരു ദിവസം ആസ്ക് യുവർ സെൽഫ്, ഇന്നത്തെ ദിവസം മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി. എൻഡ് ഓഫ് ദ ഡേ നമ്മളത് ഓഡിറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ മീനിങ് ഫുൾ ആയിട്ട് എന്ത് ചെയ്തു? എൻഡ് ഓഫ് ദ ഡേ മീനിങ് ഫുൾ. ചിലപ്പോൾ ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഒരു 30 minutes മീനിങ് ഫുൾ ആയിരുന്നു, 1 hour മീനിങ് ഫുൾ. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എനർജി അവിടെ പോകുമ്പോൾ അത് ഗ്രോ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? മീനിങ് ഫുൾ അവേഴ്സ് കൂടി വരും. കുറേ ദിവസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പം നമ്മളെ ടോട്ടൽ ലൈഫ് മീനിങ് ഫുള്ളായി മാറും. ആ സമയത്താണ് നിങ്ങൾ ഈ ഒരു സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ഒരു ആനന്ദം നമുക്ക് ഫീൽ ചെയ്യും. ഇനി മോർ മീനിങ് ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ മാറ്റാൻ നമുക്ക് ഓരോ മൊമെൻറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയാലോ മോർ മീനിങ് നമ്മൾ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 1-2 ടൂൾസ് ഞാൻ പറയാം. ഒന്നാമത്തത് ഡെയിലി പർപ്പസ് പ്രോംപ്റ്റ്. അതായത് നമ്മൾ എൻ്റെ ഡീപ്പർ വാല്യൂ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കള്ളം പറയില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതല്ല ഇവിടെ വാല്യൂ എന്ന് മീൻ ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതാണ് ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ഈസ് വൺ തിങ് ഐ ക്യാൻ ഡു ടുഡേ ദാറ്റ് അലൈൻ വിത്ത് മൈ ഡീപ്പർ വാല്യൂ. അപ്പം ഞാൻ എൻ്റെ ഡീപ്പർ വാല്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഡീപ്പർ വാല്യൂ വെച്ച് ടു ഹെൽപ്പ് കോച്ചസ് ഓർ ക്രിയേറ്റ് മോർ കോച്ചസ്, ടു എലിവേറ്റ് മോർ കോച്ചസ് സോ ദാറ്റ് ദേ ക്യാൻ ഹെൽപ്പ് മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പം അതുമായിട്ട് അലൈൻ ചെയ്യാൻ അതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഡെയിലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നു. ഞാൻ പഠിക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് പ്രിപ്പറേഷൻ ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ചിന്തിക്കുന്നു, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഒരു ഹയർ പേർപ്പസ്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ എൻഡ് റിസൾട്ട് എന്ത് വേണം, എൻ്റെ ലൈഫിൽ എന്ത് വേണം, ഒരു മീനിങ് ഫുൾ ലൈഫായിട്ട് എൻഡ് ചെയ്യാൻ എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഞാൻ മീനിങ് ഫുൾ ആക്കേണ്ടതെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഡെയിലി ഒരു ടൂൾ, ഡെയിലി പർപ്പസ് പ്രോംപ്റ്റ്. എനിക്ക് എൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കണം, എൻഡ് റിസൾട്ട് ഞാൻ എങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ ലൈഫ് ലിവ് ചെയ്ത് എൻഡ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി ഞാൻ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യും? മീനിങ് ജേണൽ. രണ്ടാമത്തത് എൻഡ് ഓഫ് ദ ഡേ
നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ട് അതിനകത്ത് എഴുതി വെക്കണം. വാട്ട് ഫെൽറ്റ് മീനിങ് ഫുൾ ടുഡേ? ഇന്ന് എനിക്ക് എന്താണ് മീനിങ് ഫുൾ ആയിട്ട് ഞാൻ ചെയ്തതിൽ എനിക്ക് തോന്നിയത്? ഒരാൾക്കൊരു ചായ വാങ്ങിക്കൊടുത്ത്, ഗുഡ്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരാളെ കണ്ടു, ഞാൻ വളരെ ഹൃദ്യമായി ചിരിച്ചു, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആളുടെ ഫേസിൽ സന്തോഷം വന്നു, കണ്ണുകളിൽ എനിക്ക് ആനന്ദം കാണാൻ പറ്റി. അതൊരു മീനിങ്. ആ മനുഷ്യന്, അപ്പുറത്ത് നിന്ന മനുഷ്യ സ്ത്രീക്കോ നമ്മൾ ഒരു മൊമെന്റ് കൊടുക്കുകയാണ് ചെയ്തത്, ഒരു ചിരിയുടെ ഒരു നിമിഷം കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു മീനിങ് ഫുൾ ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ് കൈൻഡ്നെസ് ചെയ്തു ഇന്ന്, ഒരാളോട് സഹതാപപൂർവ്വം, സ്നേഹപൂർവ്വം, കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിച്ചോ, അത് നമുക്ക് അതിനകത്ത് മീനിങ് ജേണലിൽ എഴുതാം. മീനിങ് ജേണൽ ഇന്നു മുതൽ എഴുതുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഹൂ ഡിഡ് ഐ കണക്ട് വിത്ത്? ഇന്ന് ഞാൻ മീനിങ് ഫുള്ളി കണക്ട് ചെയ്ത ആരോടാണ്? മീനിങ് ഫുള്ളി കണക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് പേരെ ഡെയിലി കണക്ട് ചെയ്യും. ഒരു സോഷ്യൽ സർവീസ്, ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ഹെഡ് ആയിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കോച്ചായിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ വേറെ പൊളിറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പേരായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഞാൻ മീനിങ് ഫുള്ളി കണക്ട് ചെയ്തത് ആരോടാണ്? മീനിങ് ഫുള്ളി കണക്ട് എൻ്റെ സ്റ്റാഫ്സിനോടാണോ? എൻ്റെ കൊളീഗ്സിനോടാണോ? എൻ്റെ പാരൻസിനോടാണോ? എൻ്റെ സിബ്ലിങ്സിനോടാണോ? മീനിങ് ഫുള്ളി കണക്ട് ചെയ്തത് ആരോടാണ്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഐ ലേൺ ഓർ ഗിവ്? ആ ഒരു കണക്ഷനിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റി? ആ ഒരു കണക്ഷൻ, ആ ഒരു കോൺവെർസേഷൻ, ഒരു സ്മോൾ കോൺവെർസേഷൻ, ഞാൻ എന്ത് പഠിച്ചു? എയ്തർ വി ലേൺ എ ലെസൺ ഓർ വി ക്യാൻ ഗിവ് സംതിങ്. അല്ലേ? നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഈ 3 ചോദ്യവും ചോദിക്കാൻ പറ്റുമോ? ഒരു ജേണലിൽ ഈ 3 ചോദ്യം എഴുതി വെക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? പറ്റുമെന്ന് യെസ് വിശ്വസിക്കുന്നു. മാം, ഉറപ്പായിട്ടും. ഓക്കെ. ദെൻ ഒരു മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് മോർണിംഗ് അലൈൻമെന്റ് പ്രാക്ടീസ്. അതിന് ചെയ്യണം. അതായത് മോർണിംഗിൽ സൈലൻസിൽ ഇരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സൈലൻസിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൈലൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ബ്രെത്ത് വർക്ക് ചെയ്യണേ. ഡീപ്ലി ബ്രീത്ത് ചെയ്യുക. 2, ഇന്റൻഷൻ നമ്മൾ ഉറക്കെ പറയണം. നമ്മളെ ചെവി തന്നെ നമുക്ക് കേൾക്കണം, ഉറക്കെ പറയണം. നമ്മൾ മനസ്സിൽ പറയുകയാണെങ്കിൽ നമ്മളുമായിട്ട് അത്രയും കമ്മിറ്റഡ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ നമ്മൾ പറയുന്നുണ്ട്, സേ ലൗഡ്, ടുഡേ ഐ ചൂസ് ടു ലിവ് മീനിങ് ഫുള്ളി. ഇന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ മീനിങ് ഫുൾ ആയിട്ടേ ജീവിക്കൂ. ടുഡേ ഐ ചൂസ് ടു ലിവ് മീനിങ് ഫുള്ളി. മൂന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ വിഷ്വലൈസ് 1 ആക്ട് ഓഫ് ലവ് ഓർ സർവീസ്. മീനിങ് ഫുള്ളി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് ഓഫ് സർവീസ് ഒരു ലവ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നു, ഫയല് നോക്കുന്നു, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നത്, മീനിങ് ഫുള്ളി നമ്മൾ ചെയ്യുന്നത്, അത് നമ്മൾ ചൂസ് ചെയ്യണം. ടുഡേ ചൂസ് ടു ലിവ് മീനിങ് ഫുള്ളി ആണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ആക്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇതാണ് 3 to 5 മിനിറ്റ് മോർണിംഗ് അലൈൻമെന്റ് പ്രാക്ടീസ്. ടൂൾ 4, ഇക്കിഗായ് മാപ്പിംഗ്. ഇക്കിഗായ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ഇത് 4 കൂടെ ചേരുന്നതാണ് ഒരു സംഭവം വരണേ. അതാണ് നമ്മുടെ ഇക്കിഗായ് എന്നാണ് ജപ്പാൻകാർ പറയുന്നത്. ഇക്കിഗായ്, ദ റീസൺ ഫോർ ലിവിങ്. നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മളിൽ എക്സ്പെർട്ടായിട്ടുള്ളത്, ലോകത്തിന് ആവശ്യമുള്ളത്, അത് ചെയ്താൽ നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത്. ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇക്കിഗായ്, മീനിങ് ഫുൾ ലൈഫ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമ്മുടെ കരിയറിൽ ഇത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അവിടെയും മീനിങ് ഫുൾ ആയിരിക്കും നമ്മൾ. അപ്പം ഞാൻ ടോട്ടൽ ലൈഫിൽ എൻ്റെ ലൈഫിനെ കുറിച്ചാണ്, മീനിങ് ഫുൾ ലിവ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ കരിയറിൽ ഈ സാധനം കൊണ്ടുവരണമെങ്കിൽ, ഇക്കിഗായ് മാപ്പിംഗ് കൊണ്ടുവരണമെങ്കിൽ അവിടെയും നമ്മൾ പരമാനന്ദം, ഭയങ്കര സന്തോഷമായിരിക്കും. 4ാമത്തെ ടൂള്, ബെനിഫിറ്റ് ഓഫ് ലിവിങ് എ മീനിങ് ഫുൾ ലൈഫ്, മെന്റൽ ആൻഡ് ഇമോഷണൽ. മെന്റലി ആൻഡ് മാം ഇമോഷണൽ. ഇക്കിഗായ് മാപ്പിംഗ് ചെയ്യാവോ?
സോറി, എന്താണ് പറഞ്ഞത്? മാം ഇതൊന്നുകൂടി റിപ്പീറ്റ് ഇക്കിഗായുടെ ചെയ്യാവോ? ഇക്കിഗായി ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറയാം. ഇക്കിഗായി എന്ന് പറയുന്നത് വാട്ട് യു ലവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം. ഇത് ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഈ പറയുന്ന 4 സർക്കിളാണ്. ആ സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്. വാട്ട് യു ലവ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ. വാട്ട് യു ആർ ഗുഡ് അറ്റ്, അടുത്തത് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്ഡ് ഏരിയ, അത് ഇന്റർസെക്ട് ചെയ്ത് വരുന്നു. ആ എല്ലാ സർക്കിൾസും ഇന്റർസെക്ട് ചെയ്യണം. വാട്ട് ദ വേൾഡ് നീഡ്, ലോകത്തിന് വേണ്ടത് എന്താണ്? ലോകത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ ലോകത്തിന് വേണം. അവിടെ വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇനി വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, ഞാൻ എൻ്റെ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ എക്സ്പെർട്ടൈസ് കൊണ്ട് ഞാൻ വർക്ക് ചെയ്താൽ അതിന് പേയ്മെന്റ് കിട്ടുന്ന, റെമ്യൂണറേഷൻ കിട്ടുന്ന കാര്യം ഏതാണ്? ഇത് ഇത്രയും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന 1-2 കാര്യം എല്ലാവരുടെ ലൈഫിലും കാണും. അതാണ് അവരുടെ ഇക്കിഗായി എന്ന് പറയുന്നത്. പർപ്പസ്, മീനിങ് ഇൻ കരിയർ, പ്രൊഫഷൻ. വാട്ട് യു ലവ്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, വാട്ട് ദ വേൾഡ് നീഡ്സ്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. നമ്മൾ മീനിങ്ങിൽ ലിവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് മീനിങ്ങിൽ ലിവ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ടൈം ഓൾമോസ്റ്റ് കഴിയാറായി, 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഒന്ന്, മെന്റൽ ആൻഡ് ഇമോഷണൽ. നമുക്ക് ഏത് അഡ്വേഴ്സിറ്റിയിലും റെസിലിയൻസ് കപ്പാസിറ്റി കിട്ടും. ഗ്രേറ്റർ പീസ് ആൻഡ് ക്ലാരിറ്റി, ലെസ് ആങ്സൈറ്റി ആൻഡ് കൺഫ്യൂഷൻ മീനിങ്ങിലാണെങ്കിൽ. കാരണം നമുക്കൊരു ഇന്നർ അലൈൻമെന്റ് ഉണ്ടാവും, ഭയങ്കര ക്ലാരിറ്റിയാണ്. എൻറ്റയർ വേൾഡ് പറയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ലോകം വന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാകും. ചുറ്റും നിൽക്കുന്നവർ നമ്മളെ കൺഫ്യൂഷനിലാക്കും. ബട്ട് വി ഹാവ് ക്ലാരിറ്റി. ഗ്രേറ്റർ പീസ് ആയിരിക്കും, ആങ്സൈറ്റി കുറവായിരിക്കും, കൺഫ്യൂഷൻ കുറവായിരിക്കും. സ്പിരിച്വൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇന്നർ ഫുൾഫിൽമെന്റ്. ഒരു പ്ലഷർ അല്ല, ഫുൾഫിൽമെന്റ് ആണ്. പ്ലഷറിന് മുകളിൽ ജോയ്, ആത്മാവിന്റെ സന്തോഷം, അതാണ് ജോയ്. പ്ലഷർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്ന മൈൻഡിന്റെ സന്തോഷം, ദെൻ ജോയ് എന്ന് പറയുന്നത് സോളിന്റെ സന്തോഷം അനുഭവിക്കും. സെൻസ് ഓഫ് ബീങ് ഗൈഡഡ്, നമ്മൾ ആരോ നമ്മളെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാം മീനിങ്ങിലാണെങ്കിൽ. കണക്റ്റഡ് ടു ലൈഫ്, ജീവിതവുമായിട്ട് നമ്മൾ കണക്ട്. പലരും ജീവിക്കുന്ന ജീവിതം തെക്കോട്ട് പോകുമ്പോൾ അവർ വടക്കോട്ട് പോകും, നമ്മൾ വടക്കോട്ട് പോകും. ലൈഫ് അങ്ങോട്ടാണ്, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോകും. ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ആ ഒരു കോൺഷ്യസ്നെസ്, ആ അവബോധത്തോടു കൂടി ജീവിക്കുക. ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രഷ്യസ്. നമ്മുടെ അതിന്റെ വാല്യൂ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൽ മീനിങ് പീപ്പിൾ ക്രിയേറ്റ് ഡീപ്പർ മോർ ലവിങ് റിലേഷൻഷിപ്പ്. മീനിങ് ലീവ് ചെയ്താൽ, മീനിങ് ലൈഫ് ഇന്റൻഷൻ ലീവ് ചെയ്താൽ ഡീപ്പർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. ഇറ്റ് ഹാപ്പൻ. നമ്മൾ പോയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാകും. ചിലർ പറയാറുണ്ട് എനിക്ക് നാളെ മുതൽ 5 നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് വെച്ചോടെ 5 നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. ഒരിക്കലും നടക്കില്ല. അത് വരുന്നതാണത്, വന്നു ചേരുന്നതാണ്. നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല റിലേഷൻഷിപ്സ് നമ്മളിലേക്ക് വരുന്നതാണ്. അതാണ് ഒരു എവർ ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മീനിങ് ഫുൾ ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടുമ്പോൾ, ഈ മനോഹരമായ ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ, ഓരോ സെക്കൻഡും മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ക്യാൻ യു ക്ലോസ് യുവർ ഐസ് പ്ലീസ്? ബുക്കൊക്കെ മടക്കി വെച്ച് കണ്ണുകൾ അടയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, breathe out, breathe in once again, breathe out. Again, take a deep breath in and breathe out. Relax yourself. Relax yourself.
ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. ലൈഫിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാ നന്മകൾക്കും, എല്ലാ സന്തോഷങ്ങൾക്കും, എല്ലാ നേട്ടങ്ങൾക്കും, എല്ലാ ബന്ധങ്ങൾക്കും നന്ദി. ആരോഗ്യമായിരിക്കുന്നതിന് നന്ദി. എല്ലാ നന്മകൾക്കും നന്ദി. ഡീപ്പർ ഗ്രാറ്റിറ്റ്യൂഡ്, ഡീപ്പർ ലെവൽ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. ഇമാജിൻ, നിങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഡീപ്പർ ലെവലിൽ നിങ്ങൾ പറയാണ്, ഓരോ ദിവസവും ഐ ചൂസ് എ മീനിങ്ഫുൾ ലൈഫ്. I choose to serve. I choose to awaken. ഓരോ നിമിഷവും ഞാനൊരു മീനിങ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഐ ചൂസ് ടു സെർവ്. സന്തോഷം, സമാധാനം, സ്നേഹം ഒക്കെ സെർവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ തിരഞ്ഞെടുക്കുന്നു. ഐ ചൂസ് ടു അവേക്കൺ. വിഷ്വലൈസ് യുവർ സെൽഫ് വളരെ മീനിങ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന, സന്തോഷം അനുഭവിക്കുന്ന നിങ്ങളെ ഒന്ന് കാണും. ഐ ചൂസ് എ മീനിങ്ഫുൾ ലൈഫ്. ഐ ചൂസ് ടു സെർവ്. ഐ ചൂസ് ടു അവേക്കൺ. താങ്ക് യു സോ മച്ച് once again. Be there. Accept your value. Accept and know the value of life. Know the value of this precious moment. Thank you so much. Feel the feeling of gratitude. നന്ദി കൊണ്ട് ഹൃദയം നിറയട്ടെ. ഹൃദയം നിറഞ്ഞു തുളുമ്പട്ടെ നന്ദി കൊണ്ട്. Thank you so much. Aware yourself. Once again, take a deep breath in and out. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം എടുക്കുക. പുറത്തേക്ക് ശ്വാസം വിടാം. Okay. I choose to live a meaningful life. Intentional life. Once again, നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മെല്ലെ മെല്ലെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു, മീനിങ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നു. എനി ക്വസ്റ്റ്യൻ? മാം താങ്ക് യു സോ മച്ച്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഭയങ്കര വാല്യുബിൾ ആയിട്ട് ഒരു ഓർമ്മപ്പെടുത്തലും അതിന്റെ കൂടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും പേഴ്സണലി എനിക്ക് ഈ ദിവസങ്ങളിൽ എനിക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാം എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല, എനിക്ക് കൊണ്ടു തന്നു. താങ്ക് യു സോ മച്ച് മാം. ആൻഡ് എക്സ്ട്രീംലി സോറി, കാരണം ഇനീഷ്യൽ ഈ പ്രോഗ്രാമിന്റെ ആദ്യം വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ്. സോറി മാം. താങ്ക് യു സോ മച്ച്. എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു മാം. താങ്ക് യു. ഞാൻ പറയുന്ന ചില വാക്കുകൾ മാം അവിടെ അതുപോലെ തന്നെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഷോക്കായി. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിൽ ഞാൻ എന്നോട് തന്നെ കംപ്ലൈന്റ് ചെയ്തിരുന്ന അതേ ഡയലോഗാണ് മാം അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഡോക്ടർ പ്രിയ. ഞാൻ മാമിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്ന ഒരു 21 days ഐ ബ്ലസ് യു എന്ന് പറഞ്ഞൊരു ഇതില്ലേ, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര വണ്ടർഫുൾ ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ എം റെഡി ടു റിസീവ് എന്നൊക്കെ പറഞ്ഞ് മാം ഒരു അഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഭയങ്കര ബ്ലസ്ഡ് ആണ് അത്. തീർച്ചയായിട്ടും അത് പ്രാക്ടീസ്. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വാല്യൂ ആണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് വാല്യൂ ചെയ്യാതെ ഇരിക്കരുത്. മീനിങ്ഫുള്ളി ലിവ് ചെയ്യുന്ന ആളുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. അതിൻ്റെ ഡെപ്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് യൂസ്ഫുൾ ആവും. താങ്ക് യു. രാവിലെ കേൾക്കുമ്പോഴേ അതാണ് ഞാൻ ചെയ്യുന്നത്. 21 times എണ്ണി അത് പറയാൻ തുടങ്ങി. ഒരുപാട് മാറ്റം എനിക്കുണ്ട്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഈ എക്സസൈസ് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എടുത്തെടുത്ത് പറയാതിരിക്കാൻ വയ്യ. മാമിന്റെ വോയിസിൽ ഒരു സാധനം കാതിൽ വന്ന് വീണ അത് തരുന്നൊരു ഫീൽ, അസാധ്യ ഫീലാ മാം. ഞാനത് മാമിന് പേഴ്സണലി മെസ്സേജ് ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സജിനി. ലവ് യു മാം. ലവ് യു. താങ്ക് യു മാം ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഞാൻ എപ്പോഴും മാമിനോട് പറയാറുണ്ട്, ഓരോ സെഷൻ കഴിയുമ്പോഴും ഇത് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉള്ള സെഷനാണെന്ന് തോന്നും. സൂപ്പർ. നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോ ആ ജോയ് ഒന്നും അല്ല, സോൾ, അതിന്റെയൊക്കെ മുകളിൽ ഭയങ്കര സൂപ്പർബായിട്ട് പോകുന്ന ഒരു എനർജി, സൂപ്പർ. ഞാൻ ഇന്ന് സൺഡേ എനിക്കൊരു പ്രോഗ്രാം വരെ ഉണ്ടായിരുന്നു മാം, ഒരു ക്വിസിന്റെ ഒരു ജഡ്ജായിട്ട് വിളിച്ചിരുന്നു, മൻ കി ബാത്ത്. ഞാൻ അതിന് പോയില്ല. ഞാൻ പറഞ്ഞത് 10 മണിക്ക് എനിക്ക് മാമിന്റെ ക്ലാസ് ഉണ്ട്, അതിനപ്പുറം വേറെ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. അത്രയും എനിക്കറിയാം ഈ സെഷൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഈ എല്ലാ കാര്യവും ചെയ്തിട്ട് ലാസ്റ്റ് പരാതി പറയുന്ന ശീലം എനിക്കുണ്ട്. ഹാബിറ്റ് മാറ്റി ചൂസ് ചെയ്യുമെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് എല്ലാം ചെയ്തല്ലേ പറ്റൂ എന്ന് പറയാറുണ്ട്. ഞാൻ ഇന്നലെ നൈറ്റ് കൂടി പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇനി പറയില്ല. ഓക്കെ, സോ മച്ച്. ശരിക്കാണ് ദിവ്യ. ഞാനും ഇനിയും പറയില്ല. ഞാനും ഈ ലാസ്റ്റ് കൊണ്ട് കല ഉടയ്ക്കാന്ന് പറയുന്നൊരു പരിപാടിയിൽ ചെയ്യുന്നെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് അത് ഞാനും ചെയ്യും. ഇനി അതില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. സോളിന്റെ ജോയ്ക്ക് വേണ്ടി മാം ഇങ്ങനെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര സന്തോഷം മാം. രാവിലെ തന്നെ ഇത്രയും നല്ലൊരു സെഷൻ കിട്ടിയതിന് താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു. മാം ഫസ്റ്റ് ഹാഫ്. ഹലോ. മാം ഞാൻ പറഞ്ഞോട്ടെ? പറയൂ പ്ലീസ്. മാം ഫസ്റ്റ് ഹാഫ് ഓഫ് സെഷൻ മിസ്സായി, പക്ഷെ അതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ലാസ്റ്റ് ഹാഫ് വാസ് എക്സലന്റ്. ലാസ്റ്റിലെ ഇത് ചെയ്തത് ഭയങ്കരമായിട്ട് സൂപ്പർബായി. ഭയങ്കരമായിട്ട് തന്നെ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. I don't have words to express. Thank you so much. Thank you so much. Thank you so much. Thank you so much. Thank you. മാം ഓൺ ഡൗട്ട് മാം, ഐ ചൂസ് ടു ലിവ് എ മീനിങ് ഫുൾ ലൈഫ്. സെക്കൻഡ് വൺ പറഞ്ഞത് I choose to meaningful life. Ah. I choose to serve. Okay. I choose Then to I choose to awaken. awaken. Yes, I choose to serve. I choose to awaken. Okay. Thank you. Thank you ma'am. Thank you so താങ്ക് much. യു. Thank ജെസ്സി you. മാം, ക്യാമറ ഓണാക്കാൻ പറ്റില്ല. മാം ഒരു ചോദ്യമുണ്ട്. Yes, please. മാം, ഈ മീനിങ് ഫുൾ ലൈഫ് എന്ന് പറയുന്നത് നിയർ ടു പർപ്പസ് ആണോ? പർപ്പസുമായിട്ട് അലൈൻഡ് ജീവിക്കുക, പേർപ്പസിലേക്കുള്ള സ്റ്റെപ്സ് ആണ് മീനിങ് ഫുൾ ലൈഫ്. നമ്മൾ ഇപ്പൊ പേർപ്പസ് ക്ലിയർ ആകാത്ത ഒരുപാടുണ്ടാകും. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ്? ചിലപ്പോൾ അതിന്റെ ക്ലാരിറ്റി കിട്ടാത്തവർ ഒത്തിരി പേരുണ്ടാകും, അതിലേക്ക് എത്താത്തവരുണ്ടാകും. പക്ഷെ ഓരോ മൊമെന്റും നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഈസി ടു റിയലൈസ്, ഗെറ്റ് ക്ലാരിറ്റി ഓഫ് യുവർ പേർപ്പസ്. 1. 2, പേർപ്പസ് ഉണ്ടെങ്കിൽ ആ പേർപ്പസ് അവിടെ ഉണ്ട്, അതിലേക്ക് റീച്ച് ചെയ്യാനുള്ള മെത്തേഡാണ്, അതിലേക്ക് പോകാനുള്ള വഴികളാണ് ഈ മീനിങ് ഫുൾ മൊമെന്റ്സ് ആൻഡ് ലിവിങ്. അതാണ്. ക്ലിയർ? താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഡോക്ടറെ, യെസ്. ഞാനും ഈ പറഞ്ഞ ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഉള്ളത്. ജിജിത. ഓക്കെ, ഭയങ്കര നല്ല സെഷൻ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം, പലപ്പോഴും ലിങ്ക് വന്നാലും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ സമയമില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഡോക്ടർ പറഞ്ഞ പോലെ 100% എനിക്ക് എഫോർട്ട് ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഫുൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഡോക്ടർ മറ്റാരോ പറഞ്ഞതുപോലെ, ഈ പറഞ്ഞാൽ എല്ലാം ചെയ്യും, എല്ലാ പർപ്പസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, അവസാനം പിന്നെ അതിന് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനിക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ. അത് തീർച്ചയായും അത് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് താങ്ക് യു ജിജിത. ദുബായിലെ ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പ് ലെവലിലുള്ള ആളാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി ഒക്കെയാണ് ജിജിത.
And thank you so much for your words, Jijita. ഡോക്ടർ, എനിക്ക് ഒരു മീറ്റിംഗിൽ പോവാനുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഞാൻ എക്സിറ്റ് ആയിക്കോട്ടെ? Sure, please. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. അടുത്ത ഒരു പവർഫുൾ സബ്ജക്റ്റുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. ബൈ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? Thank you, ma'am. Thank you. Bye. We'll see you. Thank you, madam. Thank you. See you. Bye-bye.